ഹായ് ഗൈസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്പർ സീരീസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് ഇന്ന് അതിൻ്റെ ബാക്കി പ്രോബ്ലംസ് ചെയ്യാം. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ 9 പ്രോബ്ലംസ് ചെയ്ത് നെക്സ്റ്റ് പ്രോബ്ലം 2, 11, 46, 141 നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കണം. 291 നമുക്ക് ഈ ടേം കണ്ടുപിടിക്കേണ്ടത്. ഡിഫറൻസ് വെച്ച് നോക്കിയാൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നലത്തെ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും, ഈ ഒരു പ്രോബ്ലം ചെയ്ത് ഓർമ്മയില്ല, ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം 11 2 × 5 + 1 ആണ് 11. 11 × 4 + 2 11 × 4 44 + 2 46. നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 46 × 3 + 3 = അതായിരിക്കും നമ്മളെ 141. ഇനി 141 × 2 + 4 = 286. ഈ 286 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇത് കറക്റ്റാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് 286 × 1 + 5 286 + 5 എന്ന് പറയുന്നത് 291 നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റാണ്, നമ്മൾ ചെയ്തത് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ മിസ്സിംഗ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് 286 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 2 2 4 3 6 4 8. ഇനി നമുക്ക് നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഇനി നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 1 2 3 4 നെക്സ്റ്റ് ടേം വരേണ്ടതെന്നാ 5. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 6 12 20. നമ്മൾ അടുത്ത് ഇത് രണ്ടും കണ്ടുപിടിക്കണം, ഈ രണ്ട് ടേമും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം 2 × 2 4, ഇതിൻ്റെ ഡിഫറൻസ് 4, 6 ഉം 2 ഡിഫറൻസ് 4. ഇതിൻ്റെ ഡിഫറൻസ് 6, 12 × 6. അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് 8. അപ്പം 4 6 8 കിട്ടി. ഇനി നമുക്കിങ്ങനെ ഇങ്ങനെയും ചെയ്ത് നോക്കാം. 2 × 2 4, 2 × 3 6, 2 × 4 8, ഡിഫറൻസ് 8 ഇവിടെ വന്ന്. ഇനി 2 × 5 10. അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 20 + 10 എന്ന് പറയുന്നത് 30. അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് 2 × 6 12. അപ്പോൾ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 30 + 12 എന്ന് പറഞ്ഞാൽ 42 ആണ്. 30 42 ആണ് നമ്മളെ മിസ്സിംഗ് ടേംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 9 18 34 പിന്നെ ഒരു മിസ്സിംഗ് ടേം 95. നമുക്ക് ഈ മിസ്സിംഗ് ടേം എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 95 ഡിഫറൻസ് 4, 18 9 ഡിഫറൻസ് 9, 34 18 ഡിഫറൻസ് 16. പിന്നെ ഇത് രണ്ടും നമുക്കറിയില്ല, ഇതും അറിയില്ല. അപ്പോൾ 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയറാണ്, 9 എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയറാണ്, 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ അടുത്തത് 5ൻ്റെ സ്ക്വയർ ആയിരിക്കും. 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. അപ്പോൾ 34 + 25 59 ആയിരിക്കും നമ്മളെ ആൻസർ. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 6ൻ്റെ സ്ക്വയർ 36 ആണ്. അപ്പോൾ 95 + 36 എന്ന് പറയുന്നത് 95 അല്ല, 59 + 36 എന്ന് പറയുന്നത് 95 ആണ്. അപ്പോൾ ഇവിടെ നമ്മളെ മിസ്സിംഗ് ടേം എന്ന് പറയുന്നത് 59 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത് 4 9 17 35 ഒരു മിസ്സിംഗ് നമ്പർ 139. ഈ മിസ്സിംഗ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 4 × 2 8 + 1 9 ആണ് നമുക്കറിയാം. അടുത്തത് 9 × 2 18, ഇവിടെ 17 ആണ്. അപ്പോൾ -1 = 17. അടുത്തത് 17 × 2 17 × 2 എന്ന് പറയുന്നത് 34 ആണ്.
അപ്പോൾ ഇവിടെയുള്ള 35, അപ്പോൾ +1 ഇപ്പോൾ ഈക്വൽ ടു 35. ഇനി അടുത്തത് 35 × 2. ഇവിടെ നമുക്ക് ഓർഡർ കാണാം, +1 -1 +1. അടുത്ത നമുക്ക് അറിയാം -1 ആയിരിക്കും. 35 × 2 -1 ആണ്. അപ്പോൾ 35 × 2 70, 70 -1 എന്ന് പറഞ്ഞാൽ 69. അപ്പോൾ നമ്മളിവിടെ മിസ്സിംഗ് നമ്പർ ആയിട്ടുള്ളത് 69 ആണ്. മറ്റേത് 139, അത് വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 69 × 2 +1 ആയിരിക്കും. അപ്പോൾ 69 × 2 എന്ന് പറയുന്നത് 138, 138 +1 എന്ന് പറയുന്നത് 139. അപ്പോൾ നമ്മൾ ഈ ലോജിക്ക് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് മിസ്സിംഗ് നൈറ്റിൽ വന്ന നമ്പർ 69 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15th ക്വസ്റ്റ്യൻ. 2, 2, 5, 14, 41, 122. നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഇങ്ങനെ വന്നാൽ ഡിഫറൻസ് എടുത്തിട്ട് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്ത് നോക്കാം. 2 × 3 6 ആണ്. 6 - 1 5. ഇവിടെ കിട്ടിയില്ലേ 5. ഇനി 5 × 3 15. 15 - 1 ആണ് 14. ഇനി അടുത്തത് 14 × 3 42 ആണ്. 42 - 1 ആണ് 41. 41. ഇനി അടുത്ത 122. 122 × 3 366. 366 - 1 ആണ് 365. അപ്പോൾ നമ്മുടെ ആൻസർ 365 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യൻ. 3, 11, 27, 59. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ 3 × 11 ഡിഫറൻസ് എന്ന് പറയുന്നത് 8. പിന്നെ 11 × 27 ഡിഫറൻസ് എന്ന് പറയുന്നത് 16. 27 59 ഡിഫറൻസ് എന്ന് പറയുന്നത് 32. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാവും 8 × 2 ആണ് 16. ഇനി അടുത്തത് 16 × 2 ആണ് 32. അപ്പോൾ നെക്സ്റ്റ് വരിക 32 × 2 ആണ്. 32 × 2 64. 64 ഇതും ഇതിൻ്റെ ഡിഫറൻസ് 64. അപ്പോൾ നമ്മളെ ആൻസർ 59 + 64 ആണ്. നമ്മളെ ആൻസർ 123. നമ്മളെ ആൻസർ 123 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4, 8, 28, 80, 244. ഇതാണ് നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇത് 3/1 + 1 ആണ് 4. അടുത്തത് 3² 9 -1 ആണ് 8. അടുത്തത് 28 എന്ന് പറയുന്നത്. അപ്പോൾ 3³ + 1 ആണ് 28. 3³ 27. പിന്നെ 80 ഉള്ളത് 3/4 -1 ആണ് 80. 3/4 എന്ന് പറയുന്നത് 81 ആണ്. 81 - 1 ആണ് 80. ഇനി 3/5 + 1 ആണ് 244. 3/5 എന്ന് പറയുന്നത് 243 ആണ്. 243 + 1 ആണ് 244 എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഈ ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3/6 - 1 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ടേം. അപ്പോൾ 3/6 - 1 എന്ന് പറയുന്നത് 729 ആണ്. 3/6 729 - 1 എന്ന് പറയുന്നത് 728. നമ്മുടെ ആൻസർ 728. അപ്പം നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18th ക്വസ്റ്റ്യൻ. 1, 3, 3, 6, 7, 9 മിക്സിംഗ് ടേം 12, 21. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവും ഇതെന്ന് പറയുന്നത് 2 സീരീസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒന്നാമത്തെ സീരീസ് എന്ന് പറയുന്നത് 1, 3, 7, 21. ഞാൻ മാർക്ക് ചെയ്ത 1, 3, 7, 21. രണ്ടാമത്തെ സീരീസ് എന്ന് പറയുന്നത് 3,
6, 9, 12. 3, 6, 9, 12. സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ 7 കഴിഞ്ഞിട്ട് ഈ ഒരു മിസ്സിങ് നമ്പർ കഴിഞ്ഞിട്ടാണ് 21 പോവുക. അപ്പം നമ്മുടെ അടുത്തുള്ള 1, 3, 7 ഒരു മിസ്സിങ് നമ്പർ, പിന്നെ 21. ഇതാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പം 1 3 ഡിഫറൻസ് 2, 3 7 ഡിഫറൻസ് 4. നെക്സ്റ്റ് ഉള്ളത് 7 ഈ ഒരു മിസ്സിങ് നമ്പറിൻ്റെ ഡിഫറൻസ് അതും, പിന്നെ ഈ ഒരു മിസ്സിങ് നമ്പറും 21 ഡിഫറൻസ്. അപ്പോൾ 2, 4. അടുത്ത നെക്സ്റ്റ് വരിക 6, പിന്നെ നെക്സ്റ്റ് വരിക 8. ഇത് നമുക്ക് ഇത് രണ്ടും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇത് നോക്കിയാൽ മതി. ഇതിൻ്റെ ഡിഫറൻസ് 2 ആണ്, 2 4. അപ്പോൾ നെക്സ്റ്റ് 6ഉം 4 ഡിഫറൻസ് 2 ആണോ നോക്കിയാൽ മതി. 6ഉം 4 ഡിഫറൻസ് 2 ആണ്. അപ്പോൾ ഇത് കറക്റ്റാണ് നമ്മൾ എടുത്തത്. 6ഉം 8 ഡിഫറൻസ് 2. അപ്പോൾ നമുക്ക് ഇവിടെ വരിക 13. 7 + 6 എന്ന് പറയുന്നത് 13. അപ്പോൾ 13 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി കുറച്ചും കൂടി പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.